സ്നേഹം 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 സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. ആത്മസ്വരൂപരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സഹജയോഗയുടെ ഒരു ദിവസങ്ങളോളം നീണ്ടുപോകുന്ന ഒരു തുടർ പരിപാടിയാണ് സഹജയോഗ ഇന്നത്തെ മഹായോഗ എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ചില സവിശേഷതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പരമപൂജ്യയായ ശ്രീ മാതാജി നിർമ്മലാദേവി ആദിശക്തിയുടെ അവതാരമായി ഭൂമിയിൽ അവതരിക്കുകയും, കാരണം ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ ഇന്നോളം ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും കാതലായ വശങ്ങൾ എടുത്തുകൊണ്ട് അതിനെ പൂർണ്ണമായും അതിൻ്റെ ആക്ച്വലൈസേഷൻ, അതിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഉയർത്താൻ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ അനുഭവവേദിയിലേക്ക് ഉയർത്താനും, അതിലൂടെ മനുഷ്യരാശിയുടെ ശാരീരികവും മാനസികവും വൈകാരികവും ആയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുമുള്ള ഒരു ഒറ്റമൂലിയായിട്ട് സഹജയോഗ മനുഷ്യരാശിക്ക് സംഭാവന ചെയ്തത് ശ്രീ മാതാജി നിർമ്മലാദേവിയാണ്. ഇന്ന് ലോകമെമ്പാടും 150-ൽ പരം രാജ്യങ്ങളിൽ സഹജയോഗ വളരെ വേഗത്തിൽ പുരോഗമിച്ചു വരികയാണ്. ഭാരത സംസ്കാരത്തിൻ്റെ നിന്നും ഉരുത്തിരിഞ്ഞെടുത്തിട്ടുള്ളതാണ് സഹജയോഗ എങ്കിലും ഇന്ന് മറ്റ് രാജ്യങ്ങളിലുള്ളവർ സഹജയോഗ എന്ന് പറയുന്ന ധ്യാന രീതിയിലൂടെ ആത്മസാക്ഷാത്കാരം നേടുകയും അതിലൂടെ അവരെ ആത്മപദത്തിലേക്ക് ഉയർത്തുകയും അതിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ സഹജയോഗയുടെ പൂർണ്ണമായ ഒരു സെൽഫ് റിയലൈസേഷനും ധ്യാനം ചെയ്യേണ്ട രീതികളും സഹജയോഗയിലുള്ള മറ്റ് ട്രീറ്റ്മെൻറ്റ്സും എല്ലാം തന്നെ പ്രതിപാദിക്കുന്ന കുറേ എപ്പിസോഡുകളാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് കാണാൻ തന്നെ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധാപൂർവം ഈ എപ്പിസോഡുകൾ കാണുകയും സഹജയോഗ ധ്യാന രീതിയിലൂടെ നിങ്ങളെ സ്വയം ഉയർത്തുകയും നിങ്ങളുടെ ഉള്ളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിക്കൊണ്ട് തികച്ചും നിങ്ങൾ ശാന്തിയും സമാധാനവുമുള്ള സാഹോദര്യവും യഥാർത്ഥ ആ യൂണിവേഴ്സൽ സ്നേഹത്തിലേക്ക് ലയിച്ചുകൊണ്ട് ആ യൂണിവേഴ്സൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് ഉയരുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം സഹജയോഗ ലോകത്ത് എമ്പാടും തന്നെ പ്രചരിപ്പിക്കുന്നതും അതിൻ്റെ എല്ലാവിധ ക്ലാസ്സുകളും പരിശീലനങ്ങളും എല്ലാം നടന്നു വരുന്നത് വളരെ സൗജന്യമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ നമ്മളുടെ കൂടെ ജനിക്കുന്നതാണ് ഈ പറയുന്ന ശക്തികളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ എല്ലാ സ്ക്രിപ്റ്റേഴ്സും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാരായണം ചെയ്തു വിടുന്ന ഗീത നോക്കിക്കഴിഞ്ഞാലോ, ലളിതാ സഹസ്രനാമം നോക്കിക്കഴിഞ്ഞാലോ, ബൈബിൾ നോക്കിക്കഴിഞ്ഞാലോ, ഖുറാൻ നോക്കിക്കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാകും. കാലാകാലങ്ങളിൽ ഓരോ അവതാരമായിട്ട് ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഗുരുക്കന്മാരായിട്ടോ ഒക്കെ
ട്രൂ ഗുരുക്കന്മാരായിട്ട് ഭൂമിയിൽ വന്നിട്ടുള്ള ഓരോരുത്തരും പൈസ ഒന്നും തന്നെ ചാർജ് ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ട് മനുഷ്യനിലെ ആത്മസാക്ഷാത്കാരത്തിലേക്ക്, അതായത് നമ്മളുടെ ആത്മാവിനെ അനുഭവനീയമാകുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തണമെന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തികച്ചും, എന്നിട്ടും ഈ ഓരോ കാലഘട്ടത്തിൽ ഓരോ അവതാരങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, ഓരോ ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ സ്വയം അവൻ അനന്യഭക്തിയിലേക്ക്, നമ്മളുടെ അന്തരാത്മാവ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ തലത്തിലേക്ക് നമ്മളെ സ്വയം ഉയർത്തപ്പെടണം എന്ന് അവരെല്ലാം വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അവരാരും തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പൈസ ചാർജ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ആരും തന്നെ നമ്മുടെ അമ്മയുടെ മുലപ്പാൽ കാശ് കൊടുത്തല്ല മേടിച്ച് കഴിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ കൂടെ ജനിച്ചിട്ടുള്ള ആന്തരികമായ ശക്തിയാണിത്. അതിനെ തികച്ചും അനുഭവനീയമാക്കിക്കൊണ്ട് നിങ്ങളെ ഉയർത്താൻ ഏറ്റവും വളരെ ലളിതവും ശാസ്ത്രീയവുമായ രീതിയിൽ ശ്രീ മാതാജി ലോക നന്മയ്ക്കായി ലോകത്തിനു വേണ്ടി സമ്മാനിച്ച വിദ്യയാണ് സഹജയോഗ. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭക്ഷണ രീതികൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വെജിറ്റേറിയൻ ആവാം, നോൺ വെജിറ്റേറിയൻ ആവാൻ, എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ കുടുംബം ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. വസ്ത്രധാരണം മാറ്റേണ്ട കാര്യമില്ല. ഒന്നും തന്നെയില്ല. നിങ്ങൾ എന്താണോ ഇപ്പോൾ ഉള്ളത് ആ എല്ലാ കാര്യങ്ങളും തുടർന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന മഹത് ശക്തിയായ കുണ്ടലിനി എനർജിയെ നിങ്ങൾക്ക് ഉണർത്താനും അതിനെ ഉയർത്തി വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യ ചൈതന്യമായിട്ടുള്ള ആ പ്രപഞ്ച സത്യവുമായി കൂടിച്ചേർന്ന്, അതായത് യോഗ പ്രാപിച്ചുകൊണ്ട്, യോഗ എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സാധിച്ചെടുത്തുകൊണ്ട് നിങ്ങളെ സ്വയം ഉയർത്തി നിങ്ങളുടെ ആത്മീയവും വൈകാരികവും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹജയോഗം നിങ്ങളെ സഹായിക്കും. ഈ കാലഘട്ടത്തിൽ, ഈ ആധുനികമായ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യരെല്ലാവരും തന്നെ പ്രത്യേകിച്ചും നമ്മളിലേക്കുള്ള ഒരു ശ്രദ്ധ കൊടുക്കുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ വളരെ വലിയ ഒരു സംഗീതം, നമ്മുടെ ഉള്ളിൽ സമാധാനത്തിൻ്റെ, ആ യൂണിവേഴ്സൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയൊരു സാഗരം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് അനുഭവനീയമാക്കാൻ നമ്മൾ ആരും തന്നെ സമയം സ്പെൻഡ് ചെയ്യാറില്ല. സഹജയോഗ ധ്യാനത്തിലൂടെ അത് വളരെ നമ്മുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന നെല്ലിക്ക പോലെ എന്നൊക്കെ പണ്ട് പല ജ്ഞാനം നേടിയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള ആ ഒരു വസ്തു അതിൻ്റേതായ അർത്ഥത്തിൽ അനുഭവനീയമാകുന്ന വിദ്യയാണ് സഹജയോഗ. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും വളരെ ശക്തിയുള്ള, അതിൻ്റെ ശക്തി സത്യത്തിൽ എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അത്രയും മഹത്തരമായ ഒരു ശക്തി, അതായത് കുണ്ടലിനി എനർജി എന്ന് പറയുന്ന ഒരു ശക്തിയും നമ്മുടെ അന്തരാത്മാവ് സാക്ഷാൽ ദൈവ ചൈതന്യത്തിൻ്റെ റിഫ്ലക്ഷനായിട്ടുള്ള നമ്മളുടെ അന്തരാത്മാവും നമ്മളെല്ലാം ജനിക്കുമ്പോൾ ഒരു സൂക്ഷ്മ ശരീരവുമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിലായിട്ട് നമ്മൾ ഇതിലൂടെ പ്രതിപാദിക്കുന്നതായിരിക്കും. ആ ദിവ്യ ചൈതന്യത്തെ നമ്മൾ ഉണർത്തി ഉയർത്തി ആ യോഗ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാഴ്ചപ്പാടുകളിലും വളരെയധികം മാറ്റം വരും. നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ ശക്തി ഉണർന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണോ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തത്, യഥാർത്ഥത്തിൽ നമ്മൾ സ്പിരിറ്റാണെന്നുള്ള ആ ഒരു ബോധം നമുക്ക് അനുഭവനീയമാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള 7 ചക്രാസിൽ കുടികൊള്ളുന്ന ചില ശത്രുക്കൾ കൊണ്ടാണ്. ആ ശത്രുതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന നമ്മളിലെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ വക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ അന്തരാത്മാവായിട്ടുള്ള നമ്മളെല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നമ്മൾ വായിച്ചു പഠിക്കുന്നതായിട്ടുള്ള ആ അന്തരാത്മാവിനെ ശരിക്കും നമുക്ക് അനുഭവനീയമാകാത്തതിൻ്റെ കാരണം നമുക്ക് ഈ എനിമീസ് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എഗെയിൻ നമ്മളുടെ ഈ സ്വഭാവങ്ങളെയോ നമ്മുടെ ഈ ക്വാളിറ്റീസിനെയോ നമ്മളൊരു കണ്ടീഷൻഡായിട്ട് നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഒരു പക്ഷേ നമുക്കൊരു 10 മിനിറ്റ് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം പറ്റുമായിരിക്കും, അതും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഒരു എന്തെങ്കിലും വ്രതങ്ങളോ അതും ഇതൊക്കെയായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമായേക്കാം. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഈ എനർജി അവേക്കൻ ചെയ്ത് നമ്മളിൽ ഒരു പ്യൂരിഫിക്കേഷൻ നടന്നു കഴിയുമ്പോൾ ആ കുണ്ടലിനി എനർജി നമ്മളിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസിനെയും അത് പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങും. അന്നേരം നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ,
ട്രാൻസ്ഫോർമേഷൻ, അതായത് പരിണാമമാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. ആ പരിണാമത്തിലൂടെ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളിപ്പോൾ പലരും ചെയ്യാറുണ്ട്, ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ചിലപ്പോൾ നമ്മൾ കാട്ടിലും ഒക്കെ പോയി കുറേ നാൾ തപസ് ചെയ്യും, ഒറ്റക്കാലിൽ നിന്ന് ചിലപ്പോൾ തപസ് ചെയ്യും, നമ്മൾ വസ്ത്രധാരണത്തിൻ്റെ സ്റ്റൈലുകൾ മാറ്റും, നമ്മൾ ഭക്ഷണ രീതികളുടെ സ്റ്റൈലുകൾ മാറ്റും. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്നും ഈ ക്വാളിറ്റീസ് നമ്മളിൽ ഇല്ലാതാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ നിന്നും ഈ ഒരു ക്വാളിറ്റീസ് നമ്മളുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂണിവേഴ്സൽ മദറിൻ്റെ റിഫ്ലക്ഷനായിട്ടുള്ള, ആദിശക്തിയുടെ റിഫ്ലക്ഷനായിട്ടുള്ള, പ്രതിബിംബമായിട്ടുള്ള ആ കുണ്ടലിനി എനർജി നമുക്ക് അവേക്കൻ ചെയ്യാനും, അത് അവേക്കൻ ചെയ്തു കഴിഞ്ഞാൽ തികച്ചും നമുക്ക് അനുഭവനീയമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്പന്ദനാബോധം എന്ന് പറയുന്ന ഒരു അവയർനെസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. കാരണം സഹജയോഗയിൽ ഞാനിവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ അതൊക്കെ തന്നെ നിങ്ങളെ ബുദ്ധിയുടെയോ മനസ്സിൻ്റെയോ തലത്തിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലല്ലാതെ നിങ്ങൾ എന്തെല്ലാം ഇന്ന് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് ഈ നിമിഷം വരെ നിങ്ങൾ വായിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതൊക്കെ ആ ബുദ്ധിയുടെ ലെവലിൽ നിന്നും നിങ്ങൾ സ്വല്പം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആത്മാവിൻ്റെ തലത്തിലേക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വായിച്ചു പഠിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തികച്ചും അനുഭവിക്കാൻ കഴിയുന്ന വിദ്യയാണ് സഹജയോഗ. അപ്പോൾ ഈ സഹജയോഗ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കാം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തികച്ചും ശാന്തിയും സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നമ്മൾ ഭൗതികതയുടെ കൂടെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സവിശേഷത നമ്മൾ ഭൗതികമായിട്ട് കുറേ പൈസ സമ്പാദിക്കാനും ഒക്കെ മാത്രമായിട്ട് നമ്മൾ ഓടുന്നു. നമ്മൾ ധരിക്കുന്നത് ഇതെല്ലാം സമ്പാദിച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാം എന്ന് നമ്മൾ വിചാരിക്കും. യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ നിമിഷവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൂടെ വേണ്ട ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സീറോ നമ്മൾ ഇട്ടാലും ഇപ്രേസ് ഒന്നില്ലെങ്കിൽ അതിന് വല്ല വാല്യൂ ഉണ്ടോ എന്ന് പറഞ്ഞ മാതിരി ആ ഒന്ന് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്പിരിച്വൽ എൻലൈറ്റൻമെൻ്റ് ആണ്. അത് യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കി നമ്മളെ ഉയർത്തിയാൽ മാത്രമേ ഒരുപാട് പൂജ്യത്തിന് ഇപ്പുറമുള്ള ആ ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ടോ എത്രയാണെങ്കിലും ആ സംഖ്യ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ സഹജയോഗ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ അനുഭവനീയമാകും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതേപോലെ നിങ്ങൾ വായിച്ചു പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് തികച്ചും സത്യമാണോ എന്ന് വരെ നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ ക്രിയേറ്ററുമായിട്ട് ചോദിച്ച് സൃഷ്ടികർത്താവുമായിട്ട് ചോദിച്ച് നിങ്ങൾക്ക് ആ ചൈതന്യത്തിൻ്റെ വെളിച്ചത്തിൽ ആ പ്രകാശത്തിൽ നിങ്ങൾക്ക് വേരിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഏതാണ് സത്യം, ഏതാണ് ശരി, എന്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സഹജയോഗയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രായഭേദമന്യേ വർഗലിംഗ ഭേദമന്യേ ആർക്കും വളരെ ലളിതമായിട്ട് നിങ്ങളുടെയൊക്കെ തന്നെ വീടുകളിലിരുന്ന് രാവിലെയും വൈകുന്നേരവുമുള്ള ഒരു 10 മിനിറ്റ് ധ്യാനത്തിലൂടെ ഏറ്റവും പരമോന്നതമായ പദത്തിലേക്ക് നിങ്ങളെ ഉയർത്താവുന്നതേയുള്ളൂ. നിങ്ങളുടെ സൃഷ്ടികർത്താവാകുന്ന ആ ദൈവം തമ്പുരാനുമായിട്ട് നേരിട്ട് കൺസൾട്ട് ചെയ്ത് ഏത് കാര്യവും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ആധുനിക ജീവിതത്തിലുള്ള ഈ വളരെയധികം സമ്മർദ്ദം നിറഞ്ഞ ഒരു ജീവിതത്തിലെ ഓട്ടത്തിനിടയ്ക്കും നമ്മളെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഈശ്വര ചൈതന്യത്തിനെ യഥാർത്ഥ രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നമ്മുടെ സാമൂഹികവും വൈകാരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ നിങ്ങൾക്ക് സഹജയോഗ ധ്യാനത്തിലൂടെ പറ്റും. ഇതിൻ്റെ ഗുണങ്ങൾ ഒട്ടേറെ ഗുണങ്ങളാണുള്ളത്. അത് എനിക്ക് ഒന്നോ രണ്ടോ വാക്കുകളിൽ നിങ്ങളോട് പറയാവുന്നതല്ല. അത് ഒട്ടേറെ ഗുണങ്ങൾ ഇതിൽ നിന്നുണ്ടാകും. ഈവൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏത് അവസ്ഥയിലും അന്തരാത്മാവെന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയുണ്ട്. ആ അന്തരാത്മാവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു കഴിയുമ്പോൾ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും തലത്തിൽ നിന്നും നമ്മൾ പലപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് മനസ്സാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. കാരണം അതൊക്കെ മനസ്സിൻ്റെ അവിടെ വരെ എത്തി നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഒരു തോന്നൽ. പക്ഷേ മനസ്സ് നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കണം, മനസ്സ് നമ്മുടെ ഈ ശരീരത്തിൽ എവിടെയാണ് കുടികൊള്ളുന്നത്. അപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ എഗെയിൻ അതൊരു ഇല്യൂഷനാണ്. എഗെയിൻ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മസാക്ഷാത്കാരം സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മനുഷ്യനായി ജനിച്ച എല്ലാവരുടെയും അവകാശമാണ് ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ളത്. അതേപോലെ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്യുക എന്ന് പറയുന്നത് പൊതുവേ സമൂഹത്തിൽ ഇന്ന് ധരിച്ചു വച്ചിരിക്കുന്ന, കാരണം എൻ്റെ ഈ ഒരു എളിയ യാത്രയിൽ നിന്ന് തന്നെ പലരോടും സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുണ്ടലിനി അവേക്കൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപ്രാപ്യമായുള്ള ഒരു കാര്യമാണ് എന്ന് മനുഷ്യനിൽ ഓൾറെഡി ധരിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ധരിപ്പിക്കപ്പെട്ട് വെച്ചിരിക്കുന്നു. നേരെ മറിച്ച് ഇത് വളരെ ലളിത മാർഗങ്ങളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള ശുദ്ധമായ ഇച്ഛ ഒന്ന് മാത്രമുണ്ടെങ്കിൽ ആദിശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ആ ആത്മസാക്ഷാത്കാരം നേടാനും നിങ്ങളെ കുണ്ടലിനി അവേക്കൻ ചെയ്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാനും ഈവൻ ഈ TV പ്രോഗ്രാമിലൂടെ തന്നെ നിങ്ങൾക്കത് അനുഭവനീയമായി മാറ്റിയെടുക്കാനും അതിലൂടെ നിങ്ങളെ ആ പരമോന്നത പദത്തിലേക്ക് ഉയർത്താനും വളരെ ലളിതവും ശാസ്ത്രീയവുമായുള്ള മാർഗമാണ് സഹജയോഗ എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ വ്യക്തമായ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം നേടാം, നിങ്ങൾക്ക് ലളിതമാർഗത്തിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ധ്യാനം തുടങ്ങാം, അതിനുവേണ്ട ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും നെഗറ്റിവിറ്റീസ്, എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഗുരുവായി മാറിക്കൊണ്ട് നിങ്ങൾക്കതെങ്ങനെ ക്ലെൻസ് ചെയ്യാം എന്നൊക്കെയുള്ള ശാശ്വതമായ ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ എങ്ങനെ സ്വയം നിങ്ങൾക്ക് ഉയർത്തപ്പെടാൻ കഴിയും എന്നുള്ള വളരെ വ്യക്തമായ ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് സഹജയോഗ ഇങ്ങനെയൊരു പ്രോഗ്രാം ആവിഷ്കരിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമാതാജിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഒരു പൈസ പോലും ചിലവാക്കാതെ ലോകത്തുള്ള എല്ലാ ജനങ്ങളും അവരെ നന്മയുടെ ആ ഏറ്റവും പരമോന്നത പദത്തിലേക്ക് എല്ലാവരും ഉയർന്നു കാണണമെന്നുള്ളത് നിങ്ങളെ എല്ലാം ക്രിയേറ്റ് ചെയ്ത ആ ക്രിയേറ്ററുടെ ആഗ്രഹമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ് ഞങ്ങൾ ഈ TV പ്രോഗ്രാമിലൂടെ ചെയ്യാൻ പോകുന്നത്. അത് എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ശ്രീ മാതാജിയുടെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജയ് ശ്രീ മാതാജി.